നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഉറ്റുനോക്കുന്ന ഒരു വിഷയമാണ് നിയമസഭയിൽ വലിയ ചർച്ചയായത്. മുൻ LDF സർക്കാർ ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി തുടരുമോ? നിലവിലുള്ള ഗുണഭോക്താക്കൾക്ക് ഇനി എന്ത് സംഭവിക്കും? ഇതിനകം അപേക്ഷ നൽകിയവർക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? അതോ സർക്കാർ പറയുന്നത് പോലെ അർഹരായവർക്ക് മാത്രമായി പദ്ധതി കൂടുതൽ സുതാര്യമാക്കാനാണോ നീക്കം? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഇന്നത്തെ പ്രത്യേക റിപ്പോർട്ടിൽ നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ഈ വിഷയം ശക്തമായി ഉയർത്തുകയായിരുന്നു. പദ്ധതി വൈകിപ്പിക്കുകയാണെന്നും അർഹരായ സ്ത്രീകൾക്ക് ലഭിക്കേണ്ട സാമ്പത്തിക സഹായം തടസ്സപ്പെടുത്തുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. അതിന് മറുപടിയായി മുഖ്യമന്ത്രി VD സതീശൻ സർക്കാരിന്റെ നിലപാട് വിശദീകരിച്ചു. മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇതായിരുന്നു: പദ്ധതി അവസാനിപ്പിക്കുമെന്ന് സർക്കാർ പറഞ്ഞിട്ടില്ല, എന്നാൽ നിലവിലുള്ള ഗുണഭോക്തൃ പട്ടികയിലും നടപ്പാക്കൽ രീതിയിലും ഉയർന്ന പരാതികൾ പരിശോധിച്ച ശേഷമേ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ. ഇതാണ് ഇപ്പോൾ സംസ്ഥാനത്തെ രാഷ്ട്രീയ ചർച്ചയുടെ കേന്ദ്ര ബിന്ദു. ഈ ചർച്ചയുടെ പശ്ചാത്തലം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. മുൻ LDF സർക്കാർ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായി സ്ത്രീകൾക്കായി ഒരു പുതിയ ക്ഷേമ പദ്ധതി പ്രഖ്യാപിക്കുകയായിരുന്നു. സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കാത്ത, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം ധനസഹായം നൽകുക എന്നതായിരുന്നു ലക്ഷ്യം. സർക്കാർ പ്രഖ്യാപിച്ച മാനദണ്ഡമനുസരിച്ച് 35 മുതൽ 60 വയസ്സ് പ്രായമുള്ള മറ്റ് ക്ഷേമ പെൻഷനുകൾ ലഭിക്കാത്ത AAY PHH വിഭാഗത്തിലുള്ള സ്ത്രീകളെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ട്രാൻസ്ജെൻഡർ സ്ത്രീകളെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. പദ്ധതി പ്രഖ്യാപിച്ചതോടെ നിരവധി സ്ത്രീകൾ അപേക്ഷ സമർപ്പിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾ വഴി അപേക്ഷകൾ സ്വീകരിക്കുകയും പ്രാഥമിക പരിശോധനകൾ നടത്തുകയും ചെയ്തു. എന്നാൽ പദ്ധതി പൂർണ്ണതോതിൽ മുന്നോട്ടു പോകുന്നതിനിടെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടത്. തുടർന്ന് സർക്കാർ മാറി. UDF അധികാരത്തിലെത്തിയതോടെ പദ്ധതിയുടെ ഭാവിയെക്കുറിച്ച് പുതിയ ചർച്ചകൾ ആരംഭിച്ചു. മുഖ്യമന്ത്രി സഭയിൽ നൽകിയ വിശദീകരണം അനുസരിച്ച് സർക്കാരിന്റെ ലഭിച്ച പരാതികളാണ് ഇപ്പോഴത്തെ പരിശോധനയുടെ പ്രധാന കാരണം. ചില ജില്ലകളിൽ അർഹതയില്ലാത്തവർ പട്ടികയിൽ ഉൾപ്പെട്ടുവെന്ന പരാതികൾ ലഭിച്ചു. മറ്റു ചില ഇടങ്ങളിൽ യഥാർത്ഥത്തിൽ അർഹരായ സ്ത്രീകൾ പട്ടികയിൽ നിന്ന് പുറത്തായെന്ന പരാതിയും ഉയർന്നു. കൂടാതെ ഗുണഭോക്താക്കളെ കണ്ടെത്തിയ രീതിയിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെന്ന റിപ്പോർട്ടുകളും സർക്കാരിന് ലഭിച്ചതായി മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. ഈ സാഹചര്യത്തിലാണ് ഓരോ അപേക്ഷയും വീണ്ടും പരിശോധിച്ച് അന്തിമ തീരുമാനമെടുക്കാൻ സർക്കാർ തീരുമാനിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നിയമസഭയിൽ സംസാരിക്കവേ മുഖ്യമന്ത്രി മുൻ സർക്കാരിനെതിരെ മറ്റൊരു പ്രധാന ആരോപണവും ഉന്നയിച്ചു. പദ്ധതി തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് വേഗത്തിൽ നടപ്പാക്കിയെന്നും അന്നത്തെ സാഹചര്യത്തിൽ ഗുണഭോക്തൃ നിർണയത്തിന് മതിയായ സമയം ലഭിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഏകദേശം 31 ലക്ഷത്തിലധികം ഗുണഭോക്താക്കളെ ലക്ഷ്യമിട്ടിരുന്ന പദ്ധതി പിന്നീട് 16 ലക്ഷത്തിലധികം ആളുകൾ ചുരുങ്ങിയതും സംശയങ്ങൾക്ക് ഇടയാക്കിയെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. അതോടെ തന്നെ പട്ടികയുടെ വിശ്വസ്തത വീണ്ടും പരിശോധിക്കേണ്ട സാഹചര്യം ഉണ്ടായതായി സർക്കാർ വിശദീകരിച്ചു. ഈ ചർച്ചയിൽ മറ്റൊരു പ്രധാന വിഷയം ബജറ്റാണ്. സർക്കാർ ബജറ്റിൽ പദ്ധതിക്കായി തുക വകയിരുത്തിയിട്ടുണ്ടെന്നത് സത്യമാണ്. എന്നാൽ ഒരു പദ്ധതിക്ക് ബജറ്റിൽ തുക ഉൾപ്പെടുത്തിയാൽ മാത്രം ഭരണ നടപടികൾ പൂർത്തിയാക്കാതെ വിതരണം ആരംഭിക്കില്ല. സാധാരണയായി ഒരു ക്ഷേമ പദ്ധതി നടപ്പാക്കുന്നത് ഗുണഭോക്തൃ പട്ടിക അന്തിമമാക്കണം, ധനവകുപ്പിന്റെ അനുമതി ലഭിക്കണം, ബന്ധപ്പെട്ട വകുപ്പുകൾ ഭരണാനുമതി നൽകണം, തുടർന്ന് മാത്രമേ തുക വിതരണം ആരംഭിക്കുകയുള്ളൂ. ഇതിനാൽ പരിശോധന പൂർത്തിയാക്കുന്നത് വരെ സർക്കാർ അന്തിമ നടപടികളിലേക്ക് പോകുന്നില്ലെന്ന സന്ദേശമാണ് നിയമസഭയിൽ ലഭിച്ചത്. ഈ വിഷയത്തിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത്. അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച AC മൊയ്തീൻ പറഞ്ഞത് പദ്ധതി എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് നടപ്പാക്കിയതെന്നും തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കിയതെന്നുമാണ്. അദ്ദേഹത്തിന്റെ വാദമനുസരിച്ച് ഇപ്പോൾ വീണ്ടും പരിശോധന നടന്നത് പദ്ധതി വൈകിപ്പിക്കുന്നതിന് കാരണമാകുക എന്നതാണ്. കൂടാതെ അർഹരായ സ്ത്രീകൾക്ക് ലഭിക്കേണ്ട സഹായം തടസ്സപ്പെടുന്നതും ഇതിന്റെ ഫലമാണെന്ന് പ്രതിപക്ഷം അറിയിച്ചു.
ഈ വാദത്തെ പിന്തുണച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും രംഗത്തെത്തി. അപേക്ഷകൾ പരിശോധിക്കുന്നതിനായി ആധാർ, കെ സ്മാർട്ട്, പൊതുവിതരണ സംവിധാനം, സ്പാർക്ക് തുടങ്ങിയ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചിരുന്നുവെന്നും അതിൽ വീണ്ടും സമഗ്ര പരിശോധന നടത്തേണ്ട സാഹചര്യമില്ല എന്നുമാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ഇപ്പോൾ സർക്കാർ നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് രാഷ്ട്രീയമല്ല, ഭരണപരമാണ്. ഒരു ഭാഗത്ത് പദ്ധതിക്കായി അപേക്ഷിച്ച ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ പ്രതീക്ഷ, മറ്റൊരു ഭാഗത്ത് പൊതുപണം കൃത്യമായി വിനിയോഗിക്കേണ്ട ഉത്തരവാദിത്തം. ഈ രണ്ട് കാര്യങ്ങൾക്കിടയിൽ സന്തുലിതമായ തീരുമാനമാണ് സർക്കാർ എടുക്കേണ്ടത്. അതുകൊണ്ട് പരിശോധനാ നടപടികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്ന് സർക്കാർ വിശദീകരിച്ചിരുന്നു. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സഭയിൽ വിശദീകരിച്ചതനുസരിച്ച് പദ്ധതി പ്രഖ്യാപിച്ചതിനു ശേഷം ഗുണഭോക്താക്കളെ കണ്ടെത്തുന്ന പ്രക്രിയയിൽ നിരവധി പരാതികൾ സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഏകദേശം 31.34 ലക്ഷം സ്ത്രീകൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്നായിരുന്നു വിലയിരുത്തൽ. എന്നാൽ പിന്നീട് ഈ എണ്ണം 16.4 ലക്ഷമായി കുറഞ്ഞു. ഇത്ര വലിയ വ്യത്യാസം വന്നത് എങ്ങനെയാണെന്ന ചോദ്യമാണ് സർക്കാർ പ്രധാനമായും ഉന്നയിക്കുന്നത്. അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ വാദമനുസരിച്ച് അപേക്ഷകൾ പരിശോധിക്കുന്നതിന് ആവശ്യമായ ഫീൽഡ് പരിശോധനകൾ വേണ്ടത്ര നടന്നില്ല. അർഹത ഉറപ്പാക്കുന്നതിനായി സ്വതന്ത്ര പരിശോധന സംവിധാനവും രൂപീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പട്ടികയുടെ വിശ്വസ്തത പരിശോധിക്കേണ്ട സാഹചര്യം ഉണ്ടായെന്ന് സർക്കാർ പറയുന്നത്. അതുകൊണ്ടാണ് പദ്ധതി തുടരണമോ വേണ്ടയോ എന്നതല്ല, ആർക്കാണ് പദ്ധതി നൽകേണ്ടത് എന്ന ചോദ്യത്തിന് സർക്കാർ ഇപ്പോൾ മുൻഗണന നൽകുന്നതെന്ന് അദ്ദേഹം സഭയിൽ വ്യക്തമാക്കി. ഇവിടെയാണ് പ്രതിപക്ഷം ശക്തമായ എതിർവാദം ഉന്നയിച്ചത്. AC മൊയ്തീൻ പറഞ്ഞത്, പദ്ധതി ഒരു ദിവസത്തിനുള്ളിൽ തയ്യാറാക്കിയതല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അപേക്ഷകൾ സ്വീകരിക്കുകയും രേഖകൾ പരിശോധിക്കുകയും യോഗ്യതാ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി പട്ടിക തയ്യാറാക്കുകയും ചെയ്ത ശേഷമാണ് വിതരണം ആരംഭിച്ചതെന്നാണ് പറയുന്നത്. അതിനാൽ വീണ്ടും പരിശോധന എന്ന പേരിൽ പദ്ധതി അനിശ്ചിതത്വത്തിലേക്ക് ആകുമെന്നും അത് ആക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമായും ഒരു കാര്യം ശ്രദ്ധിക്കുക. മുഖ്യമന്ത്രി സഭയിൽ നൽകിയ മറുപടിയിൽ ഒരു കാര്യം വ്യക്തമാണ്. സർക്കാർ ഇതുവരെ പദ്ധതി പിൻവലിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. അതേസമയം നിലവിലുള്ള പട്ടിക അതേപടി അംഗീകരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടില്ല. അതായത് പരിശോധനയുടെ ഫലമാണ് ഇനി പദ്ധതിയുടെ ഭാവി നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം. സർക്കാരിന്റെ വാദമനുസരിച്ച് പരാതികൾ പരിശോധിച്ച അർഹതാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പാക്കിയ ശേഷമേ അന്തിമ തീരുമാനം ഉണ്ടാകുകയുള്ളൂ. ഇതിലൂടെ യഥാർത്ഥത്തിൽ അർഹരായവർക്ക് മാത്രമാണ് സർക്കാർ ആനുകൂല്യം നൽകാൻ ഉദ്ദേശിക്കുന്നതെന്ന സന്ദേശമാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ മറുവശത്ത് പ്രതിപക്ഷം പറയുന്നത് ഈ പരിശോധന അനാവശ്യമായ കാലതാമസമാണ് ഉണ്ടാക്കുന്നതെന്നാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന ഘട്ടത്തിലും തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിശോധന ഘട്ടത്തിലും ആവശ്യമായ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് അവരുടെ നിലപാടും. അതുകൊണ്ട് തന്നെ വീണ്ടും തുടക്കം മുതൽ പരിശോധിക്കുന്നത് ഗുണഭോക്താക്കളുടെ പ്രതീക്ഷ നീട്ടിക്കൊണ്ടുപോവുകയാണ് എന്ന് അവർ പറയുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ പദ്ധതി ഒരു സാധാരണ ധനസഹായ പദ്ധതി മാത്രമല്ല എന്നുള്ളതാണ്. കാരണം സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ ഭാഗമായി സ്ത്രീകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടത്. സ്ത്രീ സുരക്ഷാ പെൻഷന്റെ ഭാവി ഇപ്പോൾ ഭരണപരമായ പരിശോധനയുടെ ഫലത്തോടെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പരിശോധന എപ്പോൾ പൂർത്തിയാകും, അന്തിമ ഗുണഭോക്തൃ പട്ടിക എപ്പോൾ തയ്യാറാക്കും, തുടർന്ന് വിതരണം എപ്പോൾ ആരംഭിക്കും എന്നീ കാര്യങ്ങളാണ് ഇനി വരും ദിവസങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുക. ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന അടുത്ത തീരുമാനങ്ങൾ പുറത്തുവരുന്ന മുറയ്ക്ക് അതിന്റെ വിശദാംശങ്ങളും ഗുണഭോക്താക്കളെ ബാധിക്കുന്ന മാറ്റങ്ങളും പ്രത്യേകം പരിശോധിച്ച് നിങ്ങളിലേക്ക് എത്തിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.